ഹലോ, മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവിഷനാണ് അല്ലേ. നമ്മുടെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് എന്ന മൊഡ്യൂള് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ റിവിഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നും നമ്മുടെ റിവിഷൻ ക്ലാസ് തന്നെയാണ്, 4ാമത്തെ റിവിഷൻ ക്ലാസ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഓരോ റിവിഷന് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും റിവിഷനൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും എന്നറിയാം. നമുക്ക് അധികം ദിവസം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോട്ടീൻസ് തന്നെയാണ് കേട്ടോ. പ്രോട്ടീൻസ് ആയിരിക്കും ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഡാഷ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഡിസ്ഓർഗനൈസേഷൻ ഓഫ് നേറ്റീവ് പ്രോട്ടീൻ സ്ട്രക്ചർ. എന്തോ ഒരു ഫിനോമിനനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആ ഫിനോമിനനിൽ സംഭവിക്കുന്നത്? ഒരു പ്രോട്ടീൻ്റെ നേറ്റീവ്, അതായത് ആ പ്രോട്ടീൻ്റെ ആ ഒരു ബേസിക് സ്ട്രക്ചറിൽ ഡിസ്ഓർഗനൈസേഷൻ വരുവാണ്. അത് ആ സ്ട്രക്ചറിൽ ചേഞ്ച് വരുവാണ്. അപ്പോൾ ആ ഒരു ഫിനോമിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഡീനാച്ചുറേഷൻ, ഡീഹൈഡ്രേഷൻ, റിട്രോഗ്രഡേഷൻ, ഡീസോൾവേഷൻ. അപ്പോൾ എന്തായിരിക്കും? ഡീനേച്ചുറേഷൻ ഉണ്ട്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുന്നതിനാണ് അല്ലേ നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനി റിട്രോഗ്രഡേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഷുഗേഴ്സിൽ അല്ലെങ്കിൽ സ്റ്റാർച്ചിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു റിട്രോഗ്രഡേഷൻ. ഇനി ഡീസോൾവേഷൻ എന്ന് പറഞ്ഞാലോ മോളിക്യൂൾസിൽ ഒരു വാട്ടർ ലെയർ റിമൂവ് ആവുന്ന പ്രോസസ്സിനെയാണ് ഡീസോൾവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡീനാച്ചുറേഷൻ ആയിരിക്കും അല്ലേ. എന്താണ് ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ്റെ നേറ്റീവ് സ്ട്രക്ചർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലും ഡീനേച്ചറിങ് ഏജൻസ് കാരണം കൊണ്ട് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഡിസ്ഓർഗനൈസേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീനാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡീനാച്ചുറേഷൻ ഇൻവോൾവ്സ്. നോക്കാം, ഡീനാച്ചുറേഷൻ എന്ന പ്രോസസ്സിൽ എന്തൊക്കെ വരും? ചേഞ്ച് ഇൻ ഫിസിക്കൽ, chemical and biological properties of protein, loss of secondary, tertiary and quaternary structure of protein, disorganization of native protein structure, all of the above. ഇതിൽ ഓപ്ഷൻ സി കറക്റ്റാണ് നമുക്കറിയാലോ, ബിക്കോസ് ഓൾറെഡി നമ്മളിപ്പോൾ കഴിഞ്ഞൊരു ക്വസ്റ്റനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഡീനാച്ചുറേഷൻ പറഞ്ഞാൽ എന്താണ്? നേറ്റീവ് പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ ഡിസ്ഓർഗനൈസേഷൻ വരിക. ഇനി ഓൾ ഓഫ് ദി എബവ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് സി മാത്രം കൺസിഡർ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. എയും ബിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടീനിൽ എന്തൊക്കെ ചേഞ്ച് വരും? ആ പ്രോട്ടീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫോർ എക്സാമ്പിൾ അതിൻ്റെ സൊല്യൂബിലിറ്റി, പ്രസിപ്പിറ്റബിലിറ്റി, അതിലൊക്കെ ചേഞ്ചസ് വരുന്നു. ഓൾസോ അതിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫങ്ഷൻസിലും എന്ത് വരുന്നു? ചേഞ്ച് വരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? എയും കറക്റ്റാണ്, ഡീനാച്ചുറേഷനിലുള്ള കാര്യങ്ങളാണ്. ഇനി ഓപ്ഷൻ ബി നോക്കുവാണെങ്കിലോ, ലോസ് ഓഫ് സെക്കൻഡറി, ടെറിഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഒരു പ്രോട്ടീനിന് ഏതൊക്കെ സ്ട്രക്ചർ ഉണ്ട്? പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ട്, ടെറിഷറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിൽ സെക്കൻഡറി, ടെറിഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ, ഈ 3 സ്ട്രക്ചേഴ്സിലും എന്താണ്? സ്ട്രക്ചറിൽ നഷ്ടപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈമറി സ്ട്രക്ചറോ, ഡീനാച്ചുറേഷൻ സംഭവിക്കുമ്പോൾ ഒരു പ്രോട്ടീന് പ്രൈമറി സ്ട്രക്ചർ ആണെങ്കിൽ ആ പ്രൈമറി സ്ട്രക്ചറിൽ ലോസ് വരില്ലേ? ഇല്ലേ? ഇല്ല. ആകെ നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ അതേപോലെ തന്നെ ഉണ്ടായിരിക്കും, പക്ഷെ സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ അതിലൊക്കെ എന്ത് വരും? ചേഞ്ച് വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ എന്താണ്? ഡീനാച്ചുറേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൾ ഓഫ് ദി അബവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് നോട്ട് എ കെമിക്കൽ ഏജന്റ് ഓഫ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ കോസ് ചെയ്യുന്ന ഏജൻസിനെ നമ്മൾ എന്ത് പറയും? ഡീനാച്ചുറിങ് ഏജൻസ് എന്ന് പറയുന്നു അല്ലെ, അല്ലെങ്കിൽ ഏജൻസ് ഓഫ് ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നു. അത് കെമിക്കൽ ഏജൻസ് ഉണ്ട്, ഫിസിക്കൽ ഏജൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരാൾ മാത്രം കെമിക്കൽ ഏജന്റ് അല്ല, അയാളെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ആൽക്കഹോൾ, ആസിഡ്, യൂറിയ, ഹീറ്റ്. അപ്പോൾ കെമിക്കലിനെ നമ്മൾ നോക്കിയാൽ മതി. ആൽക്കഹോൾ എന്താണ്? ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ആസിഡ് ആണെങ്കിലോ അതും ഒരു കെമിക്കലാണ് അല്ലേ. ഇനി യൂറിയ ആണെങ്കിലോ അതും ഒരു കെമിക്കൽ അല്ലേ. ഹീറ്റ് കെമിക്കൽ ഏജന്റ് ആണോ? അല്ല. ഹീറ്റ് എന്ത് ഏജന്റ് ആണ്?
ഫിസിക്കൽ ഏജന്റ് ആണ് അല്ലെ. ഹീറ്റ് ഇസ് എ ഫിസിക്കൽ ഏജന്റ് ഓഫ് ഡീനാച്ചുറേഷൻ. ഹീറ്റ്, റേഡിയേഷൻ, അതേപോലെ pH, നമ്മളെ ഫിസിക്കൽ റേഡിയേഷൻസ്, pH ഇതൊക്കെ ഏതിൽ വരും? ഫിസിക്കൽ ഏജൻസിൽ വരും. ബാക്കി ഈ പറഞ്ഞ ആസിഡ്, ആൽക്കഹോൾ, യൂറിയ അതൊക്കെ ഏതാണ്? കെമിക്കൽ ഏജൻസ് ഓഫ് ഡീനാച്ചുറേഷൻ ആണ് അല്ലെ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹീറ്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റിഗാർഡിംഗ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ ഡീനാച്ചുറേഷനെ കുറിച്ചിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Increase in ionizable and sulfhydryl groups loses its biological activity, viscosity decreases and surface tension increases. Peptide bonds are not hydrolyzed. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉറപ്പുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആയിരിക്കില്ല. കാരണം ഓൾറെഡി ഇപ്പം നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രോട്ടീൻ ഡീനേച്ചർഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു? എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ആ കറക്റ്റ് ഫംഗ്ഷൻ അതിന് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഓപ്ഷൻ എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ ഡീനാച്ചുറേഷൻ എന്താന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്നാലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡീനാച്ചുറേഷൻ കറക്റ്റായിട്ട് പഠിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഡീനാച്ചുറേഷൻ പോയിട്ട് ഒന്നും കൂടെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഡീനാച്ചുറേഷനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ബി അല്ല നമുക്ക് ഉറപ്പാണ്. ഒരു ഇതിലുള്ള അയണൈസബിൾ ഗ്രൂപ്പ്, സൾഫൈഡൽ ഗ്രൂപ്പ്സ് ഇൻക്രീസ് ആവുകയാണോ ഡിക്രീസ് ആവുകയാണോ ചെയ്യുക? അതേപോലെ വിസ്കോസിറ്റി ഡിക്രീസ്ഡ് ആവുകയാണോ ഇൻക്രീസ്ഡ് ആവുകയാണോ? അത് ഒരു ചേഞ്ചും വരത്തില്ലേ? ഇനി സർഫസ് ടെൻഷൻ ആണെങ്കിലും ഇൻക്രീസ് ആവുകയാണോ ഡിക്രീസ് ആവുകയാണോ? അത് ചേഞ്ച് ഒന്നും വരില്ലേ? ഇനി പെപ്റ്റൈഡ് ബോണ്ട് ഹൈഡ്രോളൈസ്ഡ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ടോ ഇല്ലേ? എന്താണ് സംഭവം? പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആണ്. ഒരു പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അയണൈസബിൾ ഗ്രൂപ്പ്, സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ് അതൊക്കെ ഇൻക്രീസ് ആവുക തന്നെ ചെയ്യും. ഇനി പെപ്റ്റൈഡ് ബോൺസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പെപ്റ്റൈഡ് ബോൺസിൻ്റെ ഹൈഡ്രോളൈസിസ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പ്രൈമറി സ്ട്രക്ചറിൽ ചേഞ്ച് ഒന്നും വരാത്തത്. ഇനി പിന്നെ വരുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും എന്നാണ് അല്ലേ നമ്മളിതിൽ ഡിക്രീസസ്, സർഫസ് ടെൻഷൻ ഇൻക്രീസസ് എന്നാണ് എഴുതിയുള്ളത്. പക്ഷെ പകരം എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി ഡിക്രീസ് ആവല്ല, ഇൻക്രീസ് ആവും. സർഫസ് ടെൻഷൻ ആണെങ്കിലോ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ്ഡ് ആവുന്നു, സർഫസ് ടെൻഷൻ ഡിക്രീസ്ഡ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലൂട്ടലിൻ ഈസ് എ ഡാഷ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻ, സ്ക്ലീറോ പ്രോട്ടീൻ, ഗ്ലോബുലാർ പ്രോട്ടീൻ, പ്രൈമറി പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം. എന്നാലാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്ലൂട്ടലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീറ്റിലൊക്കെ കാണുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടലിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചതിൽ നമ്മൾ എക്സാമ്പിൾസ് അടക്കം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂട്ടലിൻ എന്ത് പ്രോട്ടീനാണ്? കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ആണോ, സ്ക്ലീറോ പ്രോട്ടീൻ ആണോ, ഗ്ലോബുലാർ പ്രോട്ടീൻ ആണോ, അതോ പ്രൈമറി പ്രോട്ടീൻ ആണോ? പ്രൈമറി പ്രോട്ടീൻ ഉണ്ട്, സെക്കൻഡറി പ്രോട്ടീൻ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് പ്രോട്ടീനാണ് ഗ്ലൂട്ടലിൻ എന്ന് പറയുന്നത്? എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചില്ലേ? വി ആർ ഗോയിങ് ടു സേ ദി ആൻസർ. ഗ്ലൂട്ടലിൻ എന്താണ്? ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ് അല്ലേ. ഗ്ലോബുലാർ പ്രോട്ടീൻ, ജി വെച്ചിട്ട് ഗ്ലൂട്ടലിൻ്റെ ജിയും ഗ്ലോബുലാർ പ്രോട്ടീൻ്റെ ജിയും അങ്ങനെ ഓർമ്മിച്ച് വെക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലൂട്ടലിൻ പ്രോട്ടീൻ? എന്ത് പ്രോട്ടീനാണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഇറ്റ് ഈസ് എ ഗ്ലോബുലാർ പ്രോട്ടീൻ ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്ക്ലീറോ പ്രോട്ടീൻ? സ്ക്ലീറോ പ്രോട്ടീൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളേജൻ, ഇലാസ്റ്റിൻ, കെരാറ്റിൻ, ഹിസ്റ്റോൺസ്. ഏതായിരിക്കും സ്ക്ലീറോ പ്രോട്ടീൻ അല്ലാത്തത്? കൊളേജൻ ആണോ, ഇലാസ്റ്റിൻ ആണോ, കെരാറ്റിൻ ആണോ, ഹിസ്റ്റോൺസ് ആണോ? സ്ക്ലീറോ പ്രോട്ടീൻ അല്ലാത്തതാണ്. ഒരാൾ ഒഴികെ ബാക്കി 3 ആൾക്കാരും സ്ക്ലീറോ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ സ്ക്ലീറോ പ്രോട്ടീൻ അല്ലാത്ത ആൾ കൊളേജൻ ആണോ, ഇലാസ്റ്റിൻ ആണോ, കെരാറ്റിൻ ആണോ, ഹിസ്റ്റോൺസ് ആണോ? ആരാണ് വരിക? ദ ആൻസർ ഇസ്
ഏതാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹിസ്റ്റോൺസ് ആണ്. ഇപ്പോൾ ബാക്കിയുള്ളതിൽ 3 പ്രോട്ടീൻസ് നോക്കൂ. ഈ 3 പ്രോട്ടീൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവർക്ക് 3 ആൾക്കും സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിലാണ് ഫംഗ്ഷൻ വരിക. ഇപ്പോൾ കൊളീജൻ ആണെങ്കിലും കെരാറ്റിൻ, നമ്മുടെ ഹെയറിന്റെ സ്ട്രക്ചറിൽ, കൊളേജൻ ആണെങ്കിൽ ബോൺസ്, ഇലാസ്റ്റിനും അങ്ങനെ തന്നെ മസിൽ ബോണൊക്കെ. അപ്പോൾ 3 ആളും നമ്മൾ സ്ട്രക്ചറൽ ആ ഒരു ഫ്രെയിം വർക്കിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ 3 പ്രോട്ടീൻസ്. ഇനി ഹിസ്റ്റോൺ ആണെങ്കിലോ നമുക്കറിയാം നമ്മളെ DNA റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 3 ആൾക്കാരും സ്ക്ലീറോ പ്രോട്ടീൻ ആണ്. ഹിസ്റ്റോൺ ആണ് എന്ത് ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള പ്രോട്ടീൻ. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഇപ്പോൾ ഗ്ലോബുലാർ പ്രോട്ടീൻസിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ഓപ്ഷൻ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മോർ കോംപ്ലെക്സ് ദാൻ ഫൈബ്രസ് പ്രോട്ടീൻ, soluble in water, their polypeptide chain form long filaments or sheets, none of the above. അപ്പോൾ എന്തായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഗ്ലോബുലാർ പ്രോട്ടീൻ ഫൈബ്രസ് പ്രോട്ടീൻ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് വരിക? ഏതായിരിക്കും ഗ്ലോബുലാർ പ്രോട്ടീനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? അതോ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും ഗ്ലോബുലാർ പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്? ഏതായിരിക്കും വരിക? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. എന്തുകൊണ്ടാണ് സി വരുന്നത്? കാരണം ഫൈബ്രസ് പ്രോട്ടീൻസ് ആണ് ലോങ് ഫിലമെന്റ്സ് അല്ലെങ്കിൽ ഷീറ്റ്സ് പോലെ ഫോം ചെയ്യുന്നത് അല്ലേ. നമുക്കതൊരു എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മുടെ മുടിയിൽ കാണുന്ന പ്രോട്ടീൻ എന്നുള്ള ഒരു ഫൈബ്രസ് പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ആണ്. നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇങ്ങനെ നല്ല നീളത്തിൽ വരുന്ന ഒരു ഷീറ്റ് പോലെ, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ പോലെ പറയാലോ. അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻസിനാണ് അങ്ങനത്തെ ഫോർമേഷൻ വരുന്നത്. ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്താണ്? ഫൈബ്രസ് പ്രോട്ടീനേക്കാൾ ഒന്നുകൂടെ കോംപ്ലെക്സ് ആണ്, ഓൾസോ വാട്ടറിൽ സൊല്യൂബിൾ ആണ്. പിന്നെ അവർ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ ഒരു ലോങ് ഫിലമെന്റ് അല്ലെങ്കിൽ ലോങ് ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറൽ ഫോർമേഷൻ അവർക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് എന്ത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫെറിൻ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ്. ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫെറിൻ എന്തിൻ്റെ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു? അതിൻ്റെ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ. അത് എന്തിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ, അയൺ, സിങ്ക്, കൊബാൾട്ട്. ഇതിൻ്റെ പേരിൽ തന്നെ ഫെറിൻ എന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ട്രാൻസ്ഫെറിൻ ട്രാൻസ്പോർട്ട് അയേൺ അല്ലേ. ട്രാൻസ്ഫെറിൻ എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? അയേണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ട്രാൻസ്ഫെറിൻ. Which among the following is an example for defense protein? നമ്മൾ പ്രോട്ടീൻ്റെ ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ നമ്മൾ ഇന്ന ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട്, എൻസൈം പ്രോട്ടീൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരു ഗ്രൂപ്പാണ് ഡിഫെൻസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫെൻസ് പ്രോട്ടീൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്നേക്ക് വിനം, ന്യൂക്ലിയോ പ്രോട്ടീൻസ്, ഗ്ലൂട്ടലിൻ, ഫോസ്ഫൈറ്റിൻ. ഇതിൽ ഡിഫെൻസ് പ്രോട്ടീൻ ഏതായിരിക്കും? നമ്മൾ ഡിഫെൻസ് പ്രോട്ടീൻ്റെ എക്സാമ്പിൾസ് നമ്മൾ 2 എക്സാമ്പിൾ ആണ് പഠിച്ചത്. സോ നമുക്ക് എളുപ്പം ഓർത്ത് വയ്ക്കാൻ പറ്റും ഏതാണ് ഡിഫെൻസ് പ്രോട്ടീൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ഏതാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള സ്നേക്ക് വിനം ആണ് അല്ലേ. സ്നേക്ക് വിനം ഉണ്ട്, അതേപോലെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസും ആണ് നമ്മൾ ഡിഫെൻസ് പ്രോട്ടീൻസ്, നമുക്ക് അതായത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ വരുന്ന പ്രോട്ടീൻസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലൂട്ടാതയോൺ. വാട്ട് ഈസ് ഗ്ലൂട്ടാതയോൺ? അങ്ങനെ ആയിരിക്കാം. ആക്ട്സ് ആസ് എ co-enzyme for certain enzymes. It is a tripeptide. It maintains RBC membrane structure. All of the above. അപ്പോൾ ഗ്ലൂട്ടാതയോൺ എന്താണ്? ഗ്ലൂട്ടാതയോൺ നമ്മളൊരു ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പെപ്റ്റൈഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. അതിനെക്കുറിച്ചിട്ട് കുറച്ച് പോയിന്റ്സും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ എന്താണ്? എൻസൈംസിൻ്റെ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ. ഗ്ലൂട്ടാതയോൺ എന്ത് ചെയ്യുന്നു? ചില എൻസൈംസിൻ്റെ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓൾസോ അതെന്താണ്? ഒരു ട്രൈ പെപ്റ്റൈഡ് ആണ് അല്ലേ. എത്ര എണ്ണമാണ്? ട്രൈ ആണ് വരുന്നത്. പിന്നെ ഗ്ലൂട്ടാതയോൺ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ RBCൻ്റെ മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ ഒരു മെംബ്രെയിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂട്ടാതയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും എന്താണ്? ഗ്ലൂട്ടാതയോണിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൾ ഓഫ് ദി അബവ് ആണ് വരിക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ. ഈ ഒരു തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ TRH, ഇതും നമ്മൾ എന്ത് ചെയ്തതാ, ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പെപ്റ്റൈഡ്സ് എന്ന ആ ഒരു ഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം അതിൽ TRHനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്നാ ചോദിച്ചിരിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. ഇതിന് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ, തൈറോയിഡ് ഗ്ലാൻഡ് ആണോ, തൈമസ് ഗ്ലാൻഡ് ആണോ, അതോ ഹൈപ്പോതലാമസ് ആണോ? ആരാണ്? ദ ആൻസർ ഇസ് ആരാണ്? ഹൈപ്പോതലാമസ് ആണ് അല്ലേ. ആരാണ്? ഹൈപ്പോതലാമസ്. ഏതൊക്കെ ഹോർമോൺസിന്റെ പേരിന്റെ ഒപ്പം റിലീസിങ് എന്ന് കാണുന്നുണ്ടോ ആ ഹോർമോൺസിനൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഹൈപ്പോതലാമസ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാസോപ്രസിൻ ഈസ് എ ഡാഷ്. വാസോപ്രസിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പെപ്റ്റൈഡ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാസോപ്രസിനിൽ എത്ര പെപ്റ്റൈഡ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈ പെപ്റ്റൈഡ്, ഹെക്സാ പെപ്റ്റൈഡ്, നൊണാ പെപ്റ്റൈഡ്, ഡെക്കാ പെപ്റ്റൈഡ്. 3, 6, 9, 10. ട്രൈപെപ്റ്റൈഡ്, ഹെക്സാപെപ്റ്റൈഡ്, നൊണാ പെപ്റ്റൈഡ്, ഡെക്കാ പെപ്റ്റൈഡ്. ഇപ്പം എത്രയായിരിക്കും? വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ എത്രയാണ് വരിക? ടെസെ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ ആൻസർ വരിക? ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ് അല്ലേ. ഏതാ വരുന്നത്? നൊണാ പെപ്റ്റൈഡ് ആണ് അല്ലേ. എന്താണ്? വാസോപ്രസിൻ എത്രയാണ്? നൊണാ പെപ്റ്റൈഡ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് കസീൻ ആൻഡ് വേ ഇൻ മിൽക്ക്? മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ് അല്ലേ, കസീനും വേയും. ഇത് രണ്ടും നമ്മൾ മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ്. ഇപ്പോൾ രണ്ടും എത്രത്തോളം കാണുന്നുണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കസീൻ്റെ കോമ്പോസിഷൻ എത്രയാണ്? വേ പ്രോട്ടീൻ്റെ കോമ്പോസിഷൻ എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. Casein 67%, whey 21%, casein 78%, whey 17%, casein 21%, whey 67%, casein 17%, whey 78%. നമുക്ക് അറിയാവുന്ന ഒരു ഉറപ്പുള്ള കാര്യമാണ് എന്ത്? മിൽക്കിൽ കൂടുതലും കാണുന്നത് കസീൻ ആണ്. കസീനേക്കാളും കുറച്ചാണ് ആര് കാണുള്ളൂ? വേ കാണുള്ളൂ, വേ പ്രോട്ടീൻ കാണുള്ളൂ. മിൽക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? കസീൻ ആണ്. വേ പ്രോട്ടീൻ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമ്മൾ കൺസിഡർ ചെയ്യണ്ട. കാരണം അതിൽ രണ്ടിലും എന്താണ്? വേ പ്രോട്ടീൻ ആണ് കൂടുതൽ എന്ന ഓപ്ഷൻസ് ആണ്. അപ്പം എ ബി ആണ് നമ്മുടെ സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം ഏതായിരിക്കും വരിക? കറക്റ്റ് കോമ്പോസിഷൻ ഏതായിരിക്കും? കസീനിൻ്റെയും വേ പ്രോട്ടീനിൻ്റെയും വാട്ട് ഈസ് ദ കറക്റ്റ് കോമ്പോസിഷൻ? ഏതാണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ് വരിക? നോക്കൂ, കസീൻ എത്രയാണ്? 78% ആൻഡ് വേ പ്രോട്ടീൻ ഇസ് 17% ആണ് വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ ലിക്വിഡ് എഗ് വൈറ്റ്? എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ലിക്വിഡ് എഗ് വൈറ്റിൽ എത്രത്തോളം പ്രോട്ടീൻ ആണ് കാണുന്നത്? നമുക്കറിയാം, ഒരു എഗ് വൈറ്റിലാണ് കൂടുതലും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡ് എഗ് വൈറ്റിൽ എത്രത്തോളം പ്രോട്ടീൻ കാണുന്നുണ്ട് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. 11 to 12%, 21 to 31%, 20 to 42%, 29 to 37%. എത്രയായിരിക്കും? ലിക്വിഡ് എഗ് വൈറ്റിൽ എത്രത്തോളം പ്രോട്ടീൻ കാണുന്നുണ്ട്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഏതാണ് വരിക? ഏതാണോ? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ് അല്ലേ. 11 to 12% ആണ് ലിക്വിഡ് എഗ് വൈറ്റിൽ കാണുന്ന പ്രോട്ടീനിന്റെ അളവ്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ, which amino acid is present in high concentration in gluten? ഗ്ലൂട്ടൻ പ്രോട്ടീൻ. ഗ്ലൂട്ടൻ എന്താണ്? ഒരു പ്രോട്ടീൻ ആണ് അല്ലേ. വീട്ടിലൊക്കെ കാണുന്ന പ്രോട്ടീൻ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഥയോണിൻ, ലൈസീൻ, ഗ്ലൂട്ടമൈൻ, ട്രിപ്റ്റോഫാൻ. 4 അമിനോ ആസിഡിൽ ഏത് അമിനോ ആസിഡ് ആണ് ഗ്ലൂട്ടനിൽ ഭയങ്കര ഹൈ കോൺസെൻട്രേഷനിൽ കാണുന്നത്? ഏത് പ്രോട്ടീനാണ്? ഏത് അമിനോ ആസിഡ് ആണ്? ദ ആൻസർ ഈസ്
ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പം വഴിയുണ്ട്. ഈ ഒരു രണ്ടാളുടെയും പേരും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഗ്ലൂട്ടൻ, ഗ്ലൂ വെച്ചിട്ട് പിന്നെ ആരവിടെ ഉള്ളത്? ഗ്ലൂട്ടമൈൻ. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? ഗ്ലൂട്ടമൈൻ എന്ന അമിനോ ആസിഡ് ആണ് ഗ്ലൂട്ടൻ പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓവോമ്യൂസിൻ ഈസ് എ ഡാഷ്. എന്താണ് ഓവോമ്യൂസിൻ? പ്രോട്ടീൻ പ്രസന്റ് ഇൻ എഗ് വൈറ്റ്, പ്രോട്ടീൻ പ്രസന്റ് ഇൻ എഗ് മ്യൂക്കസ്, മ്യൂക്കസ് പ്രസന്റ് ഇൻ എഗ് വൈറ്റ്, നൺ ഓഫ് ദി അബവ്. ഇപ്പോൾ ഓവോ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എഗ്ഗിലാണ് സംഭവം ഉള്ളത് അല്ലേ? ഇനി എഗ്ഗിൽ കാണുന്ന മ്യൂക്കസ് ആണോ അതോ പ്രോട്ടീൻ ആണോ? എന്താണ് ഓവോമ്യൂസിൻ എന്ന് പറയുന്നത്? നമ്മുടെ എഗ്ഗിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് കാണുന്നുണ്ട് അല്ലേ? ഓവോ ആൽബുമിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോട്ടീൻസ് കാണുന്നുണ്ട്. അതിൽ ഒരാളാണോ ഓവോമ്യൂസിൻ? ആണോ? യെസ് ആണ് അല്ലേ? ഓവോമ്യൂസിൻ എന്താണ്? നമ്മുടെ എഗ് വൈറ്റിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് എന്ത്? ഓവോമ്യൂസിൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അബണ്ടന്റ് വേ പ്രോട്ടീൻ ഈസ്. ദ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാണുന്ന വേ പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാക്റ്റാൽബുമിൻ, ബീറ്റാ ലാക്ടോഗ്ലോബുലിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഡെൽറ്റ ഗ്ലോബുലിൻ. ഏതായിരിക്കും? നമ്മുടെ മിൽക്കിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് തന്നെ ലാക്റ്റാൽബുമിൻ, ബീറ്റാ ഗ്ലോബുലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ടൈപ്സ് ഉണ്ട്. സോ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വേ പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാക്റ്റാൽബുമിൻ ആണോ, ബീറ്റാ ലാക്ടോഗ്ലോബുലിൻ ആണോ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണോ അതോ ഡെൽറ്റ ഗ്ലോബുലിൻ ആണോ? ഏതായിരിക്കും? ദ ആൻസർ ഇസ് ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ബീറ്റാ ലാക്ടോഗ്ലോബുലിൻ ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേ പ്രോട്ടീൻ ഏതാണ്? ബീറ്റാ ലാക്ടോഗ്ലോബുലിൻ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫുഡ് ഹാസ് ദി ഹയസ്റ്റ് പ്രോട്ടീൻ കണ്ടന്റ്? ഇപ്പോൾ പലതരം ഫുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറിയൽസ്, പൾസസ്, ലീഫി വെജിറ്റബിൾസ്, മീറ്റ്. ഏതിലായിരിക്കും? സെറിയൽസ് ആണോ, പൾസസ് ആണോ, ലീഫി വെജിറ്റബിൾസ് ആണോ, മീറ്റ് ആണോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫുഡ് ഹാസ് ദി ഹയസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ്? ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലാന്റ് പ്രോട്ടീനേക്കാളും പ്ലാന്റ് സോഴ്സസിനെക്കാളും അനിമൽ സോഴ്സിലാണ് എന്ത്? പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ പ്രോട്ടീൻ അനിമൽ സോഴ്സ് ആയിട്ട് കിടക്കുന്നത് മീറ്റ് മാത്രമാണ്. ബാക്കിയൊക്കെ സെറിയൽസും പൾസസും ലീഫ് വെജിറ്റബിൾസും ഒക്കെ പ്ലാന്റ് സോഴ്സസ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടായിരിക്കുക? നമ്മൾ മീറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടാവുക അല്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാസോപ്രസിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ. വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോർമോൺ ആണ്, ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പെപ്റ്റൈഡ് ആണ്, ഒരു നോണ പെപ്റ്റൈഡ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലേ? നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ, ഓസ്മോസിസ്, വാട്ടർ കോൺസെൻട്രേഷൻ അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു വാസോപ്രസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇന്റർമീഡിയറി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്. ആരായിരിക്കും? നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമുക്ക് 3 ലോബ്സ് ആക്കി പറയാം. അതാണിത്. അതിന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, ഇന്റർമീഡിയറി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. ഏതാണ് ആൻസർ വരിക? വാസോപ്രസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അല്ലേ? ഏതാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പക്ഷെ നമ്മളിവിടെ ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നിടത്തുണ്ടല്ലോ ഒരു ഐറണി ഉണ്ട്. ആക്ച്വലി എന്താണെന്നറിയോ? ഈ ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്ത് വരുന്നത് 2 ഹോർമോൺസ് ആണ്. നമ്മുടെ വാസോപ്രസിൻ അല്ലെങ്കിൽ ADHും പിന്നെ ഓക്സിറ്റോസിൻ. പക്ഷെ ശരിക്കും 2 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല, പകരം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ആണ് ആക്ച്വലി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 2 ഹോർമോൺസിനെ ഉണ്ടല്ലോ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്തത് ഹൈപ്പോതലാമസ് ആണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരും. എന്നിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും.
എന്നിട്ട് എപ്പോഴാണോ നമ്മുടെ ബോഡിക്ക് ഈ രണ്ട് ഹോർമോൺസിനെയും ആവശ്യം വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യുന്നു, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അവരാരെയാണെങ്കിൽ അവരവിടുന്ന് റിലീസ് ചെയ്യുന്നു. സോ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ച് അതിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ രണ്ട് ഹോർമോൺസിനെയും എന്ത് പറയും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസിൽ പറയുന്നു. ശരിക്കും ഇവരുടെ പ്രൊഡക്ഷൻ വരുന്നത് എവിടെയാണ്, ഹൈപ്പോതലാമസിൽ നിന്നുമാണ് വരിക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണിച്ചാൽ നമുക്ക് അതിലൊരു ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിലൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ അത് ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ രണ്ട് ഹോർമോൺസിനെ നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ ക്ലൂസ് ഫൈൻഡ് ദി കോമ്പൗണ്ട്. കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. നോണാപെപ്റ്റൈഡ് ആണ്, ഹോർമോൺ ആണ്, സെക്രീറ്റഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്, കോസസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ക്ലൂ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്നത് ആകെ 2 ഹോർമോൺസ് ആണ്. ഏതൊക്കെയാണ്, വാസോപ്രസിൻ, അതേപോലെ വാസോപ്രസിൻ ആൻഡ് ADH, രണ്ടും സെയിം ഹോർമോൺസ് തന്നെയാണ് കേട്ടോ. രണ്ടും ഒരു ഒറ്റ ഹോർമോണിൻ്റെ വേറെ വേറെ പേരുകളാണ്. പിന്നെ ഉള്ളത് ഓക്സിറ്റോസിൻ. അപ്പോൾ ഇതിൽ നമ്മുടെ വാസോപ്രസിനും അതേപോലെ ഓക്സിറ്റോസിൻ രണ്ടുപേരും നോണാപെപ്റ്റൈഡ് ആണ്. രണ്ടാളും ഹോർമോൺസ് ആണ്. രണ്ടാളെ ഫംഗ്ഷൻ ആണ് ഡിഫറെൻറ്റ്. വാസോപ്രസിൻ എന്താണ്, ഇറ്റ് ഇസ് കൺസേൺഡ് വിത്ത് BP റെഗുലേഷൻ, BP അതേപോലെ ബ്ലഡ് പ്രഷർ, ഓസ്മോസിസ്, വാട്ടർ ഒക്കെയാണ്. അപ്പോൾ ഓക്സിറ്റോസിൻ ആണ് എന്ത് ഫംഗ്ഷൻ വരുന്നത്, നമ്മുടെ ഡെലിവറി ടൈമിൽ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ ഒക്കെ നടത്തുന്ന ആൾ ഓക്സിറ്റോസിൻ. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക, ഇറ്റ് ഇസ് ഓക്സിറ്റോസിൻ. FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. നമ്മൾ റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഹോർമോൺ ആണ്. ഓക്കെ, സോ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ നടത്തുന്ന, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന നോണാപെപ്റ്റൈഡ് ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്, ഇറ്റ് ഇസ് ഓക്സിറ്റോസിൻ. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ, വീറ്റ് പ്രോട്ടീൻ ഈസ് എ ഡാഷ്. വീറ്റ് പ്രോട്ടീൻ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ, പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ, അതോ ഓൾ ഓഫ് ദി അബോവ്? എന്തായാലും ഓൾ ഓഫ് ദി അബോവ് വരില്ല, നമുക്ക് ഉറപ്പായിരിക്കും. ഇനി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ, പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ, ഏതായിരിക്കും? വീറ്റ് പ്രോട്ടീൻ ഏതാണ്, നമ്മൾ കറക്റ്റ് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. വീറ്റ് പ്രോട്ടീൻ ഇസ് എ പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അതിലെന്താ, ഒരു കംപ്ലീറ്റ് പ്രോട്ടീനിന് ഉള്ള ക്വാളിറ്റീസ് അതിനില്ല, എന്നാൽ ഒരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആകാൻ മാത്രം കുറവുകളും ഇല്ല വീറ്റ് പ്രോട്ടീന്. സോ ഇറ്റ് ഇസ് എ പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ട്രാൻസ്പോർട്ട് പ്രോട്ടീന് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽബുമിൻ, ഹീമോഗ്ലോബിൻ, ട്രാൻസ്ഫെറിൻ, ആക്റ്റിൻ. എല്ലാവരും പ്രോട്ടീൻസ് ആണ്, പക്ഷെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആൽബുമിൻ എന്താണ്, നമ്മളെ ബിലിറൂബിൻ, ഫാറ്റി ആസിഡ്സ്, അതിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ആൽബുമിൻ സഹായിക്കുന്നുണ്ട്. സോ അതെന്താണ്, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. ഇനി ഹീമോഗ്ലോബിൻ ആണെങ്കിലോ, ഹീമോഗ്ലോബിൻ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അതിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് ഹീമോഗ്ലോബിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താണ്, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. ഇനി ട്രാൻസ്ഫെറിൻ ആണെങ്കിലോ, അയേണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. സോ ഈ 3 ആൾക്കാരും എന്താണ്, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. വാട്ട് അബൌട്ട് ആക്റ്റിൻ? ആക്റ്റിൻ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണോ? അല്ല. ആക്റ്റിൻ എന്ത് പ്രോട്ടീനാ? ആക്റ്റിൻ ഒരു കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആണ് അല്ലേ, നമ്മുടെ മസിലിന്റെ കോൺട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ആക്റ്റിൻ. അപ്പൊ ആക്റ്റിൻ ആണ് എന്ത്, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പെപ്സിൻ ഈസ് എ ഡാഷ്. നമ്മൾ പ്രോട്ടീൻ ഡൈജഷൻ എന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. എന്താണ് പെപ്സിൻ? പെപ്സിൻ ഈസ് എ ഡാഷ്. എൻഡോപെപ്റ്റിഡേസ്, പ്രോട്ടിയേസ്, ഹൈഡ്രോലേസ്, ഓൾ ഓഫ് ദി അബവ്. എന്തായത്, ആണോ? പ്രോട്ടിയേസ്. എയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻസൈം ആണ്. പ്രോട്ടിയേസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസിന്റെ മേലെ ആക്ട് ചെയ്യുന്ന എൻസൈം ആണോ? പെപ്സിൻ പ്രോട്ടീൻസിന്റെ മേലെ ആണോ ആക്ട് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ആണ് അല്ലേ. സോ പെപ്സിൻ എന്താണ്, ഒരു പ്രോട്ടിയേസ് ആണ്. ഇനി എൻഡോപെപ്റ്റിഡേസ് ആണോ? എന്താ എൻഡോപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിന്റെ ഇന്നർ പോർഷൻ, അതായത് ഉള്ളില്
മിഡിൽ ടെർമിൻ എൻഡിലല്ല, പകരം ഉള്ളിലുള്ള അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഉള്ളിലുള്ള പെപ്റ്റൈഡ് ബോൺസിന്റെ മേലെ ആക്ട് ചെയ്യുന്ന പെപ്റ്റൈഡ്സിനെയാണ് നമ്മൾ എൻഡോ പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് അല്ലെ. പെപ്സിൻ ഒരു എൻഡോ പെപ്റ്റിഡേസ് ആണോ എക്സോ പെപ്റ്റിഡേസ് ആണോ? എന്ത് പെപ്റ്റിഡേസ് ആണ്? പെപ്സിൻ ഒരു എൻഡോ പെപ്റ്റിഡേസ് തന്നെയാണ് അല്ലെ. ഇനി ഹൈഡ്രോലേസ്. എന്താണ് ഹൈഡ്രോലേസ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോലൈസിസ് നടത്തുന്ന എൻസൈംസിനെയാണ് നമ്മൾ ഹൈഡ്രോലേസ് എന്ന് പറയുന്നത്. പെപ്സിൻ ഒരു ഹൈഡ്രോലേസ് ആണോ? യെസ് ആണ് അല്ലേ. ബിക്കോസ് പെപ്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെപ്റ്റൈഡ് ബോൺസിന്റെ ഹൈഡ്രോലൈസിസ് നടത്തുന്നുണ്ട്. സോ അതുകൊണ്ട് പെപ്സിൻ എൻഡോ പെപ്റ്റിഡേസ് ആണ്, പ്രോട്ടിയേസ് ആണ്, ഹൈഡ്രോലൈസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതായിരിക്കും? ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലേ. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ. വൈ പ്രോട്ടീൻസ് ആർ നോട്ട് ഡൈജസ്റ്റഡ് ഇൻ ദ മൗത്ത്? നമുക്കറിയാം പ്രോട്ടീൻ ഡൈജഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൗത്തിൽ തുടങ്ങും. ലിപ്പിഡ്സിനെ ആണെങ്കിലും നമുക്ക് മൗത്തിൽ ചെറുതായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് പറയാം, പക്ഷെ പ്രോട്ടീൻസിനെ കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റൊമക്കിലാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് മൗത്തിൽ പ്രോട്ടീൻസിന്റെ ഡൈജഷൻ നടക്കാത്തത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബിക്കോസ് ഓഫ് ദി acidic pH in mouth, due to the absence of proteases in saliva, because of the alkaline pH in mouth, because of the neutral pH in mouth. അപ്പോൾ പി എച്ചിൻ്റെ കാരണം കൊണ്ടാണോ അതോ പ്രോട്ടീസസ് ഇല്ലാത്തത് കൊണ്ടാണോ മൗത്തിൽ പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കാത്തത്? എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നമ്മുടെ ആൻസർ വരിക? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ് അല്ലേ. ബിക്കോസ് എന്തുകൊണ്ടാണ്? സലൈവയിൽ എന്തില്ല? പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടിയേസസ് എന്ന എൻസൈം സലൈവയിലില്ല. അതുകൊണ്ടാണ് നമ്മുടെ മൗത്തിൽ പ്രോട്ടീൻ ഡൈജഷൻ നടക്കാത്തത്. സ്റ്റൊമക്കിൽ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് HCl പ്രസന്റ് ഇൻ ദ സ്റ്റൊമക്ക്? നമ്മുടെ സ്റ്റൊമക്കിൽ എന്ത് പ്രസന്റ് ആണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്രസന്റ് ആണ് അല്ലേ. ഈ HClന്റെ അളവ് നമ്മുടെ സ്റ്റൊമക്കിൽ കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ HCl എന്താണ്? സ്റ്റൊമക്കിൽ എന്താണ് HClന്റെ ഫങ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്, killing of certain microorganisms, both A and B, none of the above. എന്തായിരിക്കും ആൻസർ വരിക? HClന്റെ ഫങ്ഷൻ എന്താണ്? എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചല്ലോ. സോ ദ ആൻസർ ഇസ് ഏതാണ് വരിക? ഓപ്ഷൻ സി ആയിട്ടുള്ള ബോത്ത് എ ആൻഡ് ബി ആണ് വരിക അല്ലേ. ബിക്കോസ് നമുക്കറിയാം നമ്മളെ HCl എന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ കുറച്ചൊന്ന് ഡീനാച്ചുറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡീനേച്ചർഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് പിന്നെ പ്രോട്ടീസസ് എൻസൈംസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ ഒരു എൻസൈംസിന് അവരുടെ പണി ഒന്നും കൂടെ എളുപ്പമായിരിക്കും, ആദ്യം അതിൻ്റെ കുറച്ച് ഡീനാച്ചുറേഷൻ നടക്കുന്നത് കൊണ്ട്. ഇനി അത് മാത്രമല്ല, HCl എന്ന് പറഞ്ഞാൽ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. അപ്പം അത്ര അസിഡിക് pH ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ചില ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി രണ്ടും എന്താണ്? നമ്മുടെ HClന്റെ ഫങ്ഷൻ ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ pH ഫോർ പെപ്സിൻ? പെപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോട്ടിയേസ് ആണ് അല്ലേ, എൻഡോ പെപ്റ്റിഡേസ് ആണ്. അപ്പം എത്രയാണ് നമ്മുടെ പെപ്സിൻ്റെ pH എന്നാ ചോദിച്ചിരിക്കുന്നത്? എത്രയായിരിക്കും? ന്യൂട്രൽ pH ആണോ, അസിഡിക് pH ആണോ, ബേസിക് pH ആണോ നമ്മുടെ പെപ്സിൻ്റെ ഒപ്റ്റിമൽ pH വരുന്നത്? ഒപ്റ്റിമൽ pH പെപ്സിൻ എന്താണ്? കുറച്ച് അസിഡിക് ലെവലിൽ നിൽക്കുന്ന ഒരു എൻസൈം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പെപ്സിൻ്റെ pH എത്രയാണ്? വളരെ അസിഡിക് ആണ്. 2 ആണ് പെപ്സിൻ്റെ ഒപ്റ്റിമൽ pH വരുന്നത്. സോ ഇറ്റ് ഇസ് വെരി അസിഡിക് ആയിട്ടുള്ളൊരു എൻസൈം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. പെപ്സിൻ ക്ലീവ്സ് പെപ്റ്റൈഡ് ബോൺസ് ഫോംഡ് ബൈ അമിനോ ഗ്രൂപ്പ്സ് ഓഫ് ഡാഷ്. അപ്പോൾ പെപ്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻസിൽ കാണുന്ന പെപ്റ്റൈഡ് ബോൺസിനെ ക്ലീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഏത് അമിനോ ഗ്രൂപ്പ്സ് തമ്മിൽ ഫോം ചെയ്തിട്ടുള്ള പെപ്റ്റൈഡ് ബോണ്ടിനെയാണ് പെപ്സിൻ ക്ലീവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫിനൈൽ അലനിൻ ഓർ ല്യൂസിൻ, ലൈസീൻ ഓർ ല്യൂസിൻ, ഗ്ലൈസീൻ ഓർ ല്യൂസിൻ, സെറൈൻ ഓർ ത്രിയോണിൻ. ഏതായിരിക്കും? പെപ്സിൻ ഏത് പെപ്റ്റൈഡ് ബോൺസിന്റെ മേലെയാണ് പെപ്സിൻ ആക്ട് ചെയ്യുന്നത്? പെപ്സിൻ ആക്ട്സ് ഓൺ
ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഈ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയറിൽ കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ എ ആയിട്ടുള്ള ഫിനൈലലനീൻ ഓർ ല്യൂസിൻ. അപ്പം അങ്ങനത്തെ അമിനോ ആസിഡ്സിന്റെ മേലെ ആയിരിക്കും നമ്മുടെ പെപ്സിൻ വന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെനിൻ കൺവേർട്സ് മിൽക്ക് പ്രോട്ടീൻ കാസീൻ ടു ഡാഷ്. റെനിൻ എന്താണ്? ഒരു എൻസൈം ആണ് അല്ലേ? റെനിൻ എന്താ ചെയ്യുന്നത്? മിൽക്ക് പ്രോട്ടീൻ എന്തൊക്കെയാക്കി മാറ്റും? കേർഡ്, വേ, ഫോസ്ഫോ പാരാ കാസീനേറ്റ്, കാൽഷ്യം പാരാ കാസീനേറ്റ്. ഈ ഒരു നമ്മളെ ഇൻഫൻസിന്റെ സ്റ്റൊമക്കിലൊക്കെ റെനിൻ ഉള്ളത് വളരെ ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് അത് കാസീനെ എന്താക്കി മാറ്റുന്നുണ്ട്? കേർഡ് ആണോ, വേ ആണോ, ഫോസ്ഫോ പാരാ കാസീനേറ്റ് ആണോ, കാൽഷ്യം പാരാ കാസീനേറ്റ് ആണോ? ഏതാണ് വരിക? ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ? കാസീനെ എന്താക്കി മാറ്റുന്നു? കാൽഷ്യം പാരാ കാസീനേറ്റ് ആക്കിയിട്ട് റെനിൻ മാറ്റുന്നുണ്ട്. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ. എൻറ്ററോകൈനേസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. നമ്മുടെ പ്രോട്ടീൻ ഡൈജഷനിലെ കീ എൻസൈം ആണ് എൻറ്ററോകൈനേസ് അല്ലെങ്കിൽ എൻറ്ററോപെപ്റ്റിഡേസ് എന്നുള്ള എൻസൈം. അപ്പം അതിനെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് എൻറ്ററോസൈറ്റ്സ്, intestinal mucosal epithelial cells, pancreatic acinar cells, parietal cells of stomach. അപ്പൊ ആരായിരിക്കും എൻറ്ററോകൈനേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളെ ക്ലാസ്സിൽ ഇത് കറക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം, അല്ലാത്തവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എൻറ്ററോകൈനേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആയിട്ടുള്ള നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന മ്യൂക്കോസ. ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസയിൽ പ്രസന്റ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് ആണ് നമ്മുടെ എൻറ്ററോകൈനേസ് അല്ലെങ്കിൽ എൻറ്ററോപെപ്റ്റിഡേസ് എന്ന കീ എൻസൈം ഫോർ പ്രോട്ടീൻ ഡൈജഷന് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹൗ എൻറ്ററോപെപ്റ്റിഡേസ് ആക്ട് ഓൺ ട്രിപ്സിനോജൻ. ട്രിപ്സിനോജൻ എന്നുള്ളത് ആക്റ്റീവ് ഫോം ആണ്, ഇനാക്റ്റീവ് ഫോം ആണ്. ട്രിപ്സിനോജൻ ആക്റ്റീവ് ആവണമെങ്കിൽ ട്രിപ്സിൻ ആയിട്ട് മാറണം. സോ ട്രിപ്സിനോജന് ട്രിപ്സിനാക്കി മാറ്റുന്നത് നമ്മുടെ എൻറ്ററോപെപ്റ്റിഡേസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതോ ഒരു റിയാക്ഷൻ നടത്തിയിട്ടാണ് എൻറ്ററോപെപ്റ്റിഡേസ് ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നത്. അപ്പോൾ അത് ഏതാണ്? ക്ലീവ്സ് എ hexapeptide from the N-terminal end, cleaves a decapeptide from the N-terminal end, cleaves a hexapeptide from the C-terminal end, cleaves a decapeptide from the C-terminal end. അപ്പോൾ ഏതായിരിക്കും? ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുക എന്ത് ചെയ്തിട്ടാണ്? ഏത് ടെർമിനൽ എൻഡിൽ നിന്നും എത്ര പെപ്റ്റൈഡിനെ ക്ലീവ് ചെയ്ത് കഴിഞ്ഞാലാണ് ട്രിപ്സിനോജൻ ആക്റ്റീവായിട്ട് ട്രിപ്സിനായിട്ട് മാറുന്നത്? ഏതാണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ? എൻ ടെർമിനൽ എൻഡിൽ നിന്നും ഒരു ഹെക്സാപെപ്റ്റൈഡിനെ ബ്രേക്ക് ചെയ്ത് ക്ലീവ് ചെയ്ത് കഴിഞ്ഞാലാണ് ട്രിപ്സിനോജൻ ട്രിപ്സിനായിട്ട് മാറുന്നത്. ഓക്കെ, ആരാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്? എൻറ്ററോപെപ്റ്റിഡേസ് അല്ലെങ്കിൽ എൻറ്ററോകൈനേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റിവിഷൻ ക്ലാസ്. നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്തിരിക്കുന്നു. ആ ഒരു പ്രോട്ടീൻസ് എന്ന ഒരു ചെറിയ കുറച്ച് ഭാഗങ്ങളിൽ ഒന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുള്ളത്. തീർന്നിട്ടില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.